മുളക്കുഴ പെരിങ്ങാലായിൽ 15 വർഷം മുമ്പാണ് കുടിവെള്ള പദ്ധതിക്കായി 25,000 ലിറ്റർ സംഭരണശേഷിയുള്ള വലിയ ജലസംഭരണി നിർമ്മിച്ചത്. വിവിധ പ്രദേശങ്ങളിലേക്ക് പൈപ്പ് വഴി ഇവിടെ നിന്നും വെള്ളമെത്തിക്കുവാനായിരുന്നു പദ്ധതി. എന്നാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ടാങ്കിലേക്ക് വെള്ളമെത്തിക്കുന്നതിനുള്ള നടപടികളൊന്നും പൂർത്തിയായിട്ടില്ല. അതേസമയം ടാങ്കിലേക്ക് വെള്ളമെത്തിക്കുന്നതിനായി 1.5 കിലോമീറ്റർ ദൂരത്തിൽ കുഴിച്ച കിണറിൽ ഇപ്പോഴും ആവശ്യത്തിലേറെ വെള്ളമുണ്ട്. പമ്പിംഗ് നടത്തി പ്രദേശവാസികൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതിനാൽ 600 രൂപയിലധികം മുടക്കി വണ്ടികളിൽ വെള്ളമെത്തിച്ച് ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. പദ്ധതിക്കായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയവരുൾപ്പെടെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇത്രയും സ്ഥലമല്ലേ പോകത്തുള്ളൂ, അതുകൊണ്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സ്ഥലം കൊടുത്തു. 16 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീപ്പയ്ക്കകത്തുകൊണ്ട് 1.5 കിലോമീറ്റർ ദൂരെ കൊണ്ടുവന്ന് ഒരു ടാങ്ക് വെച്ചിട്ട് വെള്ളം അവിടെ കൊടുത്തു. ഞാൻ ഇവിടുന്ന് അവിടെ പോയി വെള്ളം എടുക്കാൻ നോക്കിയോ, എനിക്ക് വണ്ടിയില്ല, ഒരു സൈക്കിൾ പോലും ഞങ്ങളുടെ വീട്ടിലില്ല. ഞങ്ങൾ കിണറില്ല. ഞാൻ അത് താഴെ കിണറ്റിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പോൾ 3-5 പ്രാവശ്യം ഇപ്പോൾ ഈ പൈപ്പും ഒക്കെ വന്ന് വെള്ളം ഇതുവരെ വന്നിട്ടില്ല. വെള്ളം അടിക്കും 2-3 ദിവസം വെള്ളം വരും, പിന്നെ വെള്ളമില്ല. ഒരു ടാങ്ക് വെള്ളത്തിന് 600 രൂപ കൊടുത്ത് ഞങ്ങളിപ്പം വൃശ്ചമാസം മുതൽ ഞങ്ങൾ വാങ്ങിക്കുക വെള്ളം. അപ്പോൾ എന്നിട്ട് ഈ മെമ്പർമാർക്ക് ഇപ്പം ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല ഈ വെള്ളം വരണം. ആലിഞ്ചോട് കുടിവെള്ള പദ്ധതിയുടെ പേരിൽ വർഷാവർഷം ഉദ്ഘാടന മാമാങ്കങ്ങൾ സംഘടിപ്പിച്ച് നേതാക്കൾ പണം തട്ടുന്നതല്ലാതെ പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ കലക്ടർക്കുൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.